Hi guys, welcome to Shank's Info. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഹോണ്ട സിറ്റി 2023 VCVT എന്ന് പറഞ്ഞ വേർഷൻ്റെ ആണ്. ഓക്കെ, ഇതിപ്പോൾ 2023 മോഡലാണ്. എൻ്റെ ഹോണ്ട സിറ്റിയുടെ ലേറ്റസ്റ്റ് മോഡലാണ്. ഇതിനകത്ത് അഡാസ് ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നത് 11th of March. ഓക്കെ, ഫസ്റ്റ് ലോട്ടിൽ തന്നെ കിട്ടി. താങ്ക്സ് ടു ഹോണ്ട ആൻഡ് ദ ഡീലർ നമുക്ക് 11th March തന്നെ വണ്ടി എടുക്കാൻ പറ്റി. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ VCVT എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബേസ് വേരിയൻ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും iVTEC എഞ്ചിനാണ്, പുതിയ പെട്രോൾ എഞ്ചിനാണ് സിറ്റി VCVT. ഓക്കെ, ബേസ് വേർഷനാണ്, എൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെ ബേസ് വേർഷനാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയ എഞ്ചിൻ വരുന്നത്. ഇതിപ്പോൾ 2023 ഹോണ്ട സിറ്റി മുതൽ RDE കംപ്ലൈൻ്റ് ആണ്. ഓക്കെ, നമ്മുടെ പുതിയ എമിഷൻ നോംസ് April 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അതിൻ്റെ കംപ്ലൈൻറ്റ് എൻജിൻസാണ് വരുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ E20 സപ്പോർട്ടുണ്ട്. 20% എത്തനോൾ മിക്സിംഗ് ഉണ്ട് നമുക്ക് പെട്രോളിന്, അതും സപ്പോർട്ടുണ്ട്. ഇപ്പോൾ E20 RDE ഒക്കെ നമ്മുടെ എമിഷൻ നോംസ് April 1 മുതൽ ആക്ടിവേറ്റഡ് ആവുന്ന ഇന്ത്യയിൽ വരുന്ന എമിഷൻ നോംസിനെ സപ്പോർട്ട് ചെയ്യുന്ന എൻജിനാണ്. ഓക്കെ, ഇതാണ് പുതിയ 2023 ഹോണ്ട സിറ്റിയിലും വരുന്നത്. 1.5 ലിറ്ററാണ് ഇത്. ടർബോ ആക്ച്വേറ്റഡ് അല്ല, നാച്ചുറലി ആസ്പിറേറ്റഡ് 1.5 എഞ്ചിനാണ് വരുന്നത് ഹോണ്ടയുടെ. പുറത്തൊക്കെ നമുക്ക് 1 ലിറ്റർ ടർബോ എഞ്ചിൻസ് വരുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ കൊണ്ടുവരാനുള്ള പ്ലാനിങ് ഇല്ലയെന്ന് തോന്നുന്നു. ഇപ്പോൾ 1.5യുടെ ഈ പെർട്ടിക്കുലർ എഞ്ചിനാണ് ഇപ്പോൾ റണ്ണിങ്. ഓക്കെ, ശരി, നമുക്കിനി ക്ലോസ് ചെയ്യാം. ഇതാണ് നമുക്ക് ടോപ്പിലെ അഡാസിൻ്റെ ക്യാമറ സെക്ഷൻ വരുന്നത്. ഓക്കെ, മറ്റേ ടോപ്പ് എൻഡ് മോഡലിലാണെങ്കിൽ ഇവിടെ ഒരു റെയിൻ സെൻസറും കൂടി കാണും. ഓക്കെ, നമ്മുടെ ക്യാമറയുടെ ഒപ്പം തന്നെ. ഓക്കെ, ഇതിപ്പോൾ ബേസ് മോഡലായത് കാരണം റെയിൻ സെൻസിങ് ഓപ്ഷനല്ല. നമുക്ക് പഴയ സിറ്റി ആയിട്ടുള്ള ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെക്ഷനിലാണ് നമുക്ക് ഫ്രണ്ടിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ക്രോം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് ഡിസൈൻ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ഹൈ എൻഡ് വേരിയൻ്റ് ആണെങ്കിൽ ഏകദേശം ഒരു ഡയമണ്ട് എന്നുള്ള ഒരു രീതിയിലായിരിക്കും കാണുന്ന ഫ്രണ്ട്. ഇതിപ്പോൾ ബേസ് വേരിയൻ്റ് ആയത് കാരണം ഇങ്ങനെയാണ്. ഓക്കെ, ഇതിൻ്റെ ഡിസൈൻ ഏരിയാസും കുറച്ച് ചേഞ്ചസ് ഉണ്ട് ഫ്രണ്ട് സൈഡിൽ. ഇതാണ് മെയിനായിട്ട് ഫ്രണ്ട് സൈഡിൽ ചേഞ്ചസ് വരുന്നത്. പിന്നെ ഇതിപ്പോൾ ബേസ് വേരിയൻ്റ് ആയത് കാരണം ഇതിനകത്ത് ഇപ്പോൾ ഹാലജൻ ഹെഡ് ലാംപ്സ് ആണ്. ഓക്കെ, പിന്നെ അതേപോലെ ഫോഗ് ലാംപ്സും നോർമൽ ബൾബ് ടൈപ്പാണ്, LED അല്ല. ടോപ്പ് എൻഡ് വേരിയൻ്റ് വരുമ്പോഴത്തേക്കും ഇത് LED ആവും, ഫോഗ് ലാംപ്സും LED ആവും. ഓക്കെ, വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിനകത്ത് അലോയ്സ് ആണ്. ഇതിപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ 15 ഇഞ്ചിൻ്റെയാണ് അലോയ്സ് വരുന്നത്. ഓക്കെ, MRFൻ്റെ ആണ് ഇതിനകത്ത് ടയേഴ്സ് വരുന്നത്. ഇത് 15 ഇഞ്ചാണ് വരുന്നത്. ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ 16 ഇഞ്ചായിരിക്കും അലോയ്സ് വരിക. ഈ അലോയ്സിൻ്റെ ഡിസൈനും കണ്ടില്ലേ, ഇതൊക്കെ പുതിയ ഡിസൈൻസാണ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഷേപ്പ് ന്യൂ ആണ്. ഓക്കെ, ജസ്റ്റ് പ്രൊജക്റ്റ് പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ ഒരു കാർബൺ ഫൈബർ എലിമെൻ്റ് എന്ന് പറഞ്ഞിട്ട് വരും. ടോപ്പിൻ്റെ വേരിയൻറ്റിലാണ് കൂടുതൽ വരുന്നത്. ഇതിന് ജസ്റ്റ് ഒരു ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കണ്ടോ, റബ്ബറിനൊരു ബ്ലാക്ക് ലൈനിങ് പോലെ കൊടുത്തിട്ടുള്ളൂ. ഒരു കാർബൺ റാപ്ഡ് വരും നമുക്ക് ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്കും. പിന്നെ നമുക്ക് ടോപ്പ് എൻഡിൽ വരുന്ന ഒരു ബൂട്ട് ലിറ്റ് സ്പോയിലർ എന്ന് പറഞ്ഞിട്ട് വരും. ഈ ബൂട്ടിനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സ്പോയിലർ വരും. ഓക്കെ, ഇത്രയാണ് എക്സ്റ്റീരിയർ ഡിഫറൻസ് വരുന്നത്. ബാക്കിയെല്ലാം ഏകദേശം സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഏകദേശം ഒരു 4574 എന്ന് പറഞ്ഞിട്ട് വരും. നിങ്ങൾക്ക് ZX വേരിയൻ്റ്, അതായത് ഹോണ്ട സിറ്റിയുടെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ലെങ്ത്ത് വരിക ഒരു 4583 എന്നൊക്കെ വരും, വരും. ഇതിന് 4573 വരും. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നോക്കാം. ബാക്കിയുള്ള ചേഞ്ചസ് ഒന്നുമില്ല, ഏകദേശം സെയിം ആണ്. ഇതിനിപ്പോൾ ബേസ് വേർഷൻ ആയത് കാരണം നമുക്ക് ലെയിൻ കീപ്പ് അസിസ്റ്റ് ക്യാമറ ഒന്നും വരുന്നില്ല. ഓക്കെ, ബേസിക്കായിട്ടേ വരുന്നുള്ളൂ. എൻ്റെ നെക്സ്റ്റ് വേർഷൻ VX എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ VCVT എന്ന് പറഞ്ഞ മോഡലാണ്. VX-നാണ് വരുന്നത്. നമുക്ക് ലെയിൻ ക്യാമറ ഒക്കെ വരുന്നത്. ഓക്കെ, ലെയിൻ ക്യാമറ, അതേപോലെ സൺ റൂഫ്, അതൊക്കെ നെക്സ്റ്റ് മോഡലിനാണ് വരുന്നത്. VX മോഡലാണ് വരുന്നത്.
നമുക്കിനി ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു സെൻസർ വരുന്നുണ്ട്. അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഓപ്പൺ ആവും. ഓക്കെ, ഹൈഡ്രോളിക് ഇല്ല, നമ്മൾ തന്നെ ലിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ബൂട്ട് സ്പേസ് ഏകദേശം ഒരു 500 ലിറ്റേഴ്സാണ്. അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉണ്ട്, പ്രോബ്ലംസ് ഒന്നുമില്ല. ഓക്കെ, നമുക്ക് സ്പെയർ വീല് വരുന്ന സ്റ്റീലാണ്. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഗുഡിയറിൻ്റെ ടയറാണ്. ഓക്കെ, സ്പെയർ വീല് വരുന്നത്. പക്ഷേ ബാക്കിയുള്ള വീൽസൊക്കെ ഇതിപ്പോൾ MRFൻ്റെയാണ്. അല്ലോ, MRFൻ്റെയാണ് വരുന്നത്. ഓക്കെ, ഗുഡിയറിൻ്റെയാണ് സ്പെയർ വരുന്നത്. അപ്പോൾ ഞാൻ ഇവരുടെ തന്നെ വേറൊരു ZX കിടപ്പുണ്ടായിരുന്നു, ZX വേരിയൻ്റ് ഉണ്ടായിരുന്നു ഷോറൂമിൽ. അത് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഗുഡിയറിൻ്റെ ടയേഴ്സ് വരുന്നത്, MRFൻ്റെയാണ് സ്പെയർ വീല് വരുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രങ്ക് മാറ്റ് കിട്ടും, അത് ആക്സസറി ആയിട്ട് കിട്ടും, അത് വേണമെങ്കിൽ മേടിച്ചിടാം. ഇതിപ്പോൾ നമുക്ക് സ്ലാവിയയും വിട്രസ് അങ്ങനത്തെ സെഡാൻസിനൊക്കെ നമുക്ക് ഈ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്തേക്ക് നമുക്ക് ഇതിന് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല, ബാക്ക് സീറ്റ്. ഓക്കെ, സ്പേസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, ഇതിനകത്ത് ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ബൂട്ട് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ക്യാമറ ഇവിടെയാണ് മൗണ്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, VCVT എന്ന് പറഞ്ഞ വേർഷൻസ് അവിടെ എഴുതിയിട്ടില്ല. പിന്നെ നമുക്ക് സെൻസേഴ്സ് വരുന്നുണ്ട് ബാക്ക് സൈഡിൽ, 4 സെൻസേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ഹോണ്ട സിറ്റി മേടിച്ചപ്പോഴത്തേക്കും അതിൻ്റെ ആക്സസറി പാക്കും കൂടി ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 8,000 റുപ്പീസ് അതിന് വരുന്നത്. അപ്പോൾ അതിൻ്റെ പാക്കിനുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരെണ്ണം നമ്മുടെ കാർപ്പറ്റ് മാറ്റ് വരും. ഓക്കെ, കംപ്ലീറ്റ് സെറ്റ് വരും, ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും. പിന്നെ നമ്മുടെ വേറൊരു ടൈപ്പ് മാറ്റ് വരും. ഇതിപ്പോൾ റബ്ബറാണ്, കുറച്ചും കൂടി ഏകദേശം ഒരു 3D മാറ്റ് പോലെ ഇരിക്കുന്നുണ്ട്. ഇതാണ് വണ്ടിയിലിട്ടേക്കുന്നത്, അത് കാരണം കുറച്ച് പൊടി വന്നേക്കണേ. പിന്നെ നമുക്ക് 2 പില്ലോസ് വരും, നെക്ക് പില്ലോസ് വരും, 2 എണ്ണം വരും. പിന്നെ വരുന്നത് നമുക്ക് 2 കീ ചെയിൻ വരും ഹോണ്ടയുടെ. ഓക്കെ, 2 കീ ചെയിൻ വരുന്നുണ്ട് ഹോണ്ടയുടെ. പിന്നെ വരുന്നത് നമുക്ക് നമ്മുടെ വിൻഷീൽഡൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു വിൻഡോ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഹാമറും, പിന്നെ സീറ്റ് ബെൽറ്റ് കട്ട് ചെയ്യാനുള്ള ഒരു സെക്ഷനും ഉണ്ട് ഇവിടെ. ഓക്കെ, ഇത്രയും ഐറ്റംസാണ് നമുക്ക് ആക്ച്വലി നമ്മുടെ ആക്സസറി പാക്കിൽ വരുന്നത്. ഓക്കെ, നിങ്ങൾക്കപ്പോൾ വേണമെങ്കിൽ ചൂസ് ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. മഡ് ഫ്ലാപ്പൊക്കെ ബൈ ഡിഫോൾട്ട് വരുന്നുണ്ട് വെഹിക്കിളിൽ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ആക്സസറി പാക്കായിട്ട് അവർ ഹോണ്ട സിറ്റിയുടെ വരുന്ന ഐറ്റംസ്. ഓക്കെ, നമുക്ക് 2023 ഹോണ്ട സിറ്റിയിൽ വരുന്ന മെയിൻ ഫീച്ചറാണ് ഈ ഹോണ്ട സെൻസിങ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ട് വിൻഷീൽഡ് മൗണ്ട് ചെയ്തേക്കുന്ന ക്യാമറ ത്രൂ ആണ് നമുക്ക് സെൻസിങ് വരുന്നത്. മെയിനായിട്ട് ഇത് അഡാസ് ഫീച്ചർ തന്നെയാണ്. ഓക്കെ, എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരെണ്ണം കൊളീഷൻ മിറ്റിഗേഷൻ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ഇത് സാധാരണ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ടിലെ കാറ് ബ്രേക്ക് ചെയ്യുകയോ നമ്മുടെ സ്പീഡ് ഫ്രണ്ടിലെ കാറിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ചെന്ന് ഇടിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ഇത് ക്യാമറ ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓഡിയോ ആൻഡ് വിഷ്വൽ അലേർട്ട്സ് തരും. വിഷ്വൽ അലേർട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്പീഡോമീറ്ററിൻ്റെ സെക്ഷനിൽ ഡിജിറ്റൽ മീറ്ററിൽ വരും. ഓക്കെ, അലേർട്ട്സ് വരും, അതേപോലെ ബീപ്പ് സൗണ്ട്സും വരും, ഓഡിയോ അലേർട്ട്സും വരും. ഇത് രണ്ടിലും നമ്മൾ പിന്നെയും ഫ്രണ്ടിലേക്ക് വെഹിക്കിൾ പോവുകയാണെങ്കിൽ ഇന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യും. ഇതാണ് കൊളീഷൻ മിറ്റിഗേഷൻ ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നത്. അപ്പോൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടി അലേർട്ടാവും, ഇപ്പോൾ നമ്മൾ ഇടിക്കില്ല നമുക്ക് ഫ്രണ്ടിലേക്ക്. പിന്നെ വരുന്ന ഒരെണ്ണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് ഡിപ്പാച്ചർ മിറ്റിഗേഷൻ സിസ്റ്റമാണ്. ഓക്കെ, നമ്മൾ ലെയിൻ മാർക്കിംഗ് ഉള്ള റോഡുകളിൽ നമ്മൾ ഈ റോഡിൻ്റെ ബൗണ്ടറി ക്രോസ് ചെയ്ത് നമ്മൾ പോകാൻ നമ്മുടെ ഒരു ടെൻഡൻസി വരുവാണെങ്കിൽ വെഹിക്കിളിന് ക്യാമറ ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഓഡിയോ ആൻഡ് വിഷ്വൽ അലേർട്ട്സ് കിട്ടും. എന്നിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, പിന്നെയും വെഹിക്കിൾ റോഡ് ബൗണ്ടറിയുടെ ഔട്ട്സൈഡ് പോവുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വെഹിക്കിൾ സ്റ്റിയറിംഗ് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ഇതാണ് നമ്മുടെ റോഡ് ഡിപ്പാർച്ചർ മിറ്റിഗേഷൻ സിസ്റ്റം. ഓക്കെ, ഈ 2 സിസ്റ്റത്തിന് നമുക്ക് വേറെ ആക്ടിവേഷനൊന്നും വേണ്ട, ബൈ ഡിഫോൾട്ട് ഫുൾ ടൈം വർക്കിംഗ് ആയിരിക്കും. പിന്നെ വരുന്ന നമുക്ക് 2 സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരെണ്ണം ലെയിൻ കീപ്പ് അസിസ്റ്റ് സിസ്റ്റവുമാണ്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളുമാണ്, ACC എന്ന് പറയും. ഓക്കെ, ഈ രണ്ടും നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. ലെയിൻ കീപ്പ് അസിസ്റ്റ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യാനുള്ള ബട്ടൺ സ്റ്റിയറിംഗ് വീലിലുണ്ട്, ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചു തന്നു. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇത് ആക്ടിവേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലുള്ള ലെയിൻ മാർക്കിംഗ് ഡിറ്റക്റ്റ് ചെയ്യും. നമ്മളൊരു പർട്ടിക്കുലർ ലെയിനിലേക്ക് കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ അറിയാതെ വേറെ ലെയിനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ഡ്രൈവറിനെ അസിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ആ ലെയിനിൽ തന്നെ നമ്മുടെ വെഹിക്കിൾ മൂവ് ആക്കും. അങ്ങനെ ഒരു ഫീച്ചറാണ് ഈ ലെയിൻ കീപ്പ് അസിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ,
പിന്നെ വരുന്നൊരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളാണ്. ഓക്കെ, ഈ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഇനേബിൾ ആക്കാൻ വേണ്ടി നമുക്ക് ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യാനും ഉണ്ട്, നമുക്ക് ആ ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യാനും ഉണ്ട് ഫ്രണ്ട് വെഹിക്കിളിൻ്റെ, അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഓക്കെ, അത് രണ്ടും സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ആക്റ്റീവ് ആവും. ഇതെന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് വെഹിക്കിളായിട്ട് നമുക്ക് സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ എത്ര സ്പീഡ് സെറ്റ് ചെയ്താലും ഫ്രണ്ടിലെ വെഹിക്കിൾ സ്ലോ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വെഹിക്കിൾ ഓട്ടോമാറ്റിക്കലി സ്ലോ ഡൗൺ ആവും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു അഡാപ്റ്റീവ് ഫീച്ചറാണിത്. അപ്പോൾ ഫ്രണ്ടിലെ വെഹിക്കിളിൻ്റെ സ്പീഡ് അനുസരിച്ച് നമ്മുടെ വെഹിക്കിളിൻ്റെ സ്പീഡ് മോഡിഫൈ ആവും, പിന്നെ സ്പീഡ് കൂടുന്ന അനുസരിച്ച് നമ്മുടെ പ്രീവിയസ് സ്പീഡിലേക്ക് കൊണ്ടുവരും. ഓക്കെ, അതാണ് ഈ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടിനും നമുക്ക് ആക്ടിവേഷൻ റിക്വയർഡ് ആണ്. പിന്നെയുള്ള ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ ഹൈ ബീമാണ്. ഓട്ടോ ഹൈ ബീം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലെ വെഹിക്കിൾ ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇപ്പോൾ ഫ്രണ്ടിൽ വെഹിക്കിളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഹോണ്ട സിറ്റിയുടെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് ഹൈ ബീമിൽ കിടക്കും. പിന്നെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന വെഹിക്കിൾ ഡിറ്റക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കലി ലോ ബീമായിട്ട് സ്വിച്ച് ആവും. ഓക്കെ, പിന്നെയും വെഹിക്കിൾ ഇല്ലാത്ത ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹൈ ബീം ആവും. ഓക്കെ, ഇതാണ് ഓട്ടോ ഹൈ ബീം എന്ന് പറഞ്ഞ ഫീച്ചർ. ഓക്കെ, പിന്നെ വരുന്ന നമുക്ക് ലീഡ് കാർ ഡിപ്പാർച്ചർ നോട്ടിഫിക്കേഷൻ സിസ്റ്റമാണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ ട്രാഫിക് സിഗ്നൽസിലൊക്കെ കിടക്കുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, സപ്പോസ് നടുക്കത്തെ സ്ക്രീനിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബട്ടൺസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഫ്രണ്ടിൽ റോഡ് ശ്രദ്ധിക്കാതെ, കാരണം നമ്മൾ വെഹിക്കിൾ ഓൾറെഡി സ്റ്റോപ്ഡ് ആണ്. ഓക്കെ, ട്രാഫിക് ലൈറ്റിൽ റെഡ് സിഗ്നലിൽ, അപ്പോൾ പെട്ടെന്ന് ഗ്രീൻ ആകുമ്പോഴത്തേക്കും ഫ്രണ്ടിലെ വെഹിക്കിൾ ഓൾറെഡി മൂവ് ആവും. പക്ഷേ ബാക്കിലെ ആൾക്കാർ ഹോൺ അടിക്കുമ്പോഴേ നമ്മൾ അറിയുള്ളൂ ഫ്രണ്ടിലെ വെഹിക്കിൾ മൂവ് ആയെന്ന്. ഓക്കെ, അതിന് പകരം ഹോണ്ട സിറ്റിയുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലെ കാറ് മൂവ് ആകുമ്പോഴത്തേക്കും നമുക്ക് വിഷ്വൽ ആൻഡ് ഓഡിബിൾ അലേർട്ട്സിൽ നമ്മളെ ഇൻറ്റിമേറ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിലെ വെഹിക്കിൾ മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള അലേർട്ട്സും ഓഡിയോ അലേർട്ട്സും വിഷ്വൽ അലേർട്ട്സും നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് അങ്ങനത്തെ ഫീച്ചർ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് നമുക്ക് ഹോണ്ട സെൻസിങ്ങിൽ വരുന്നത്. ഓക്കെ, ഒരെണ്ണം കൊളീഷൻ മിറ്റിഗേഷൻ ബ്രേക്കിംഗ് സിസ്റ്റമാണ്, റോഡ് ഡിപ്പാർച്ചർ മിറ്റിഗേഷൻ സിസ്റ്റമാണ്. ഇത് രണ്ടും ബൈ ഡിഫോൾട്ടാണ്. ഓക്കെ, ലെയിൻ കീപ്പ് അസിസ്റ്റ് സിസ്റ്റവും അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, ഇത് രണ്ടും നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോ ഹൈ ബീമും ലീഡ് കാർ ഡിപ്പാർച്ചർ നോട്ടിഫിക്കേഷൻ സിസ്റ്റവും, ഇത് രണ്ടും ഓട്ടോമാറ്റിക് ആണ്. ആകെ ലെയിൻ കീപ്പ് അസിസ്റ്റ് സിസ്റ്റം ആൻഡ് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ മാത്രം നമ്മൾ ആക്ടിവേറ്റ് ചെയ്താൽ മതി, ബാക്കിയൊക്കെ നമുക്ക് ബൈ ഡിഫോൾട്ടായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ ഹോണ്ട സിറ്റിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇത്തിരി കുറവാണ്. നമുക്ക് ഈ വോൾസ്വാഗൻ്റെ വിട്രിസും സ്കോഡ സ്ലാവിയൊക്കെ നമുക്ക് 179 mm വരുന്നുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇതിൻ്റെ ഇത്തിരി കുറവാണ്. നമ്മൾ ഫുള്ളി ലോഡഡ് ആയിട്ട് ഇതുവരെ പോയിട്ടില്ല. ഫുള്ളി ലോഡഡ് ആയിട്ട് പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ താഴെ ഈ ഒരു സെക്ഷൻ കണ്ടോ, ഈ ഒരു സെക്ഷൻ ചിലപ്പോൾ താഴെ അടിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. ഇതൊരു പ്രൊട്ടക്ടറായിട്ട് കൊടുത്തേക്കാന്ന് തോന്നുന്നു എഞ്ചിൻ്റെ സെക്ഷനിൽ. ഓക്കെ, ഇത് കുറച്ച് ലോ ആയിട്ടാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ലോ സൈഡായിട്ടാണ് ഇരിക്കുന്നത്. അത് മുട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ലോഡ് വരുമ്പോഴത്തേക്കും നമുക്ക് വെഹിക്കിൾ എന്തായാലും ഡൗൺ ആവുമല്ലോ. കണ്ടിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇത്തിരി ലോ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഇൻറ്റീരിയർ സെക്ഷനിലേക്ക് കയറാം. ഓക്കെ, പിന്നെ ഒരു ഫീച്ചർ, ഇതിപ്പോൾ ഞാൻ അൺലോക്കാണ്, ഇതിപ്പോൾ ഞാൻ ലോക്ക് ചെയ്യട്ടെ. നേരത്തെ ഉണ്ടായിരുന്ന ഫീച്ചേഴ്സ് തന്നെയാണ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് സെൻസർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡിൽ തന്നെ സെൻസറുണ്ട്. നിങ്ങൾക്ക് ബട്ടൺ അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഹാൻഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ആവും. കണ്ടോ, അൺലോക്കായി, സൗണ്ട് കേട്ടു, ഇൻഡിക്കേറ്റേഴ്സ് ഫ്ലാഷ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ഇൻറ്റീരിയർ സെക്ഷൻ വരുന്നത്. ഓക്കെ.